വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാനെൻ്റെ വാക്ക് പാലിച്ചു കേട്ടോ. ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സഞ്ജീവ് കപൂറിൻ്റെ കയ്യിൽ നിന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മെൽറ്റിംഗ് ചോക്ലേറ്റ് ബോളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ചെയ്യുന്നത്. അധികം ഇൻസ്ട്രുമെൻറ്റ്സോ ടെക്നിക്സോ ഒന്നുമില്ലാതെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണം. ഞാനിതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ബ്രൗണിയും ഐസ്ക്രീമുമാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ബ്രൗണി ഉണ്ടാക്കാം. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ബേക്കിംഗ് ചോക്ലേറ്റ് ആണ് വേണ്ടത്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇൻഗ്രീഡിയൻസിൽ കൊക്കോ ബട്ടർ ഉണ്ടാവരുത്. അങ്ങനത്തെ ചോക്ലേറ്റ് വേണം എടുക്കാനായിട്ട്. ഒരു പാത്രത്തിൽ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വലിയൊരു ഗ്ലാസ് ബൗൾ വയ്ക്കാം. ഇത് ഡബിൾ ബോയിൽ ചെയ്യാണ്. അതിലേക്ക് ഞാനൊരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/3 കപ്പ് നേരത്തെ ഞാൻ കാണിച്ച ചോക്ലേറ്റ് ഇല്ലേ, ആ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാര കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായി മെൽട്ടാവുന്നത് വരെ, ഈ ചോക്ലേറ്റും ബട്ടറും ഒക്കെ നന്നായിട്ട് മെൽട്ടാവുന്നത് വരെ നമുക്ക് ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്തിട്ടെടുക്കാം. ഇത് ആക്ച്വലി ബ്രൗണി ഉണ്ടാക്കാനുള്ള കൂട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ ഗ്ലോബിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രൗണി പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്രൗണി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ട് അതും വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ബ്രൗണിക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റും ബട്ടറും ഷുഗറൊക്കെ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഈ ഒരു മുട്ട നമുക്കിതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഒന്ന് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. സാധാരണ കേക്കിൻ്റെ ബാറ്റർ പോലെ നല്ല ലൂസായിട്ടല്ല, കുറച്ച് തിക്കായിട്ടുള്ള ഡെൻസായിട്ടുള്ള ബാറ്ററാണ് ഈ ബ്രൗണിക്ക് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനിയാണ് നമ്മളിതിലേക്ക് ഫ്ലോർ ചേർക്കാൻ പോകുന്നത്. ഒരു 1/3 കപ്പ് മൈദയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഒരുപാടൊന്നും മൈദ നമുക്ക് വേണ്ട, വളരെ കുറച്ച് മാത്രം മതി. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, നല്ല തിക്ക് ബാറ്റർ ആയിരിക്കും ഇതിൻ്റെത്. ഇത് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരുമൊന്നുമില്ല, ഇത് കുറച്ച് നല്ല ചൂവി ആയിട്ടാണ് ഉണ്ടാവുക. അതായത് ചവയ്ക്കുന്ന ഒരു പാകമില്ലേ, ആ ഒരു പാകത്തിലാണ് ഉണ്ടാവുക. നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു നീളത്തിലുള്ള ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഈ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രൗണിയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ കൂട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇതല്ലെങ്കിൽ ഒരു ഭാഗത്ത് തന്നെ നിൽക്കും. ഞാൻ പറഞ്ഞത് ലൂസ് മാവല്ല, കുറച്ച് കട്ടിയുള്ളതാണ്. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ടൂത്ത് പിക്ക് ഇട്ട് കുത്തി നോക്കി, ഇത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് റെഡിയാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബലൂണ് വേണം. ആ ബലൂണ് നമുക്കൊരു ഗ്ലോബിൻ്റെ പാകത്തിൽ വീർപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ഇങ്ങനെ നന്നായിട്ട് തടവി കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഗ്ലാസ് ബൗൾ വെച്ചിട്ടുണ്ട്. ഞാൻ 2 ബൗളിൽ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് 1/4 കപ്പ് ഉണ്ട്, മറ്റേത് 1/2 കപ്പ് ഉണ്ട്. നമുക്ക് 1/4 കപ്പ് ചോക്ലേറ്റ് ഈ ബൗളിലിട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഇതെടുക്കുന്നത്. ഇത് ഇടയ്ക്ക് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ചോക്ലേറ്റൊക്കെ മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ട് മെൽറ്റ് ചെയ്യേണ്ട, കുറച്ച് ചങ്ക്സ് ഉള്ളപ്പം തന്നെ ഞാൻ ഇതിൽ നിന്നും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായി ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി എടുക്കാം. നേരത്തെ നമ്മൾ മാറ്റി വെച്ച 1/2 കപ്പ് ചോക്ലേറ്റ് ഇല്ലേ, അതാണ് ഞാൻ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ ചോക്ലേറ്റ് ടെമ്പർ ചെയ്യാമെന്ന് പറയും. ടെമ്പറിങ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ വീണ്ടും സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടെമ്പറിങ് ചെയ്യുന്നത്. സാധാരണ ഷെഫുമാരൊക്കെ ഇത് മാർബിൾ ടോപ്പിൻ്റെ മേലെ ഇട്ടിട്ടാണ് ഇതിൻ്റെ ചൂട് കൺട്രോൾ ചെയ്തിട്ട് ഇതുപോലെ ടെമ്പറിങ് ചെയ്യുന്നത്. പക്ഷേ നമുക്കത് അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് തൊട്ട് കഴിഞ്ഞാൽ ചൂടുണ്ടാവരുത്, ആ ഒരു പാകം വരെ നിങ്ങൾ ഇതുപോലെ ചോക്ലേറ്റ് പീസ് ഇട്ടിട്ട് ആക്കിയെടുക്കണം. അപ്പോൾ നേരത്തെ ഞാൻ ഓയിൽ തേച്ച് വെച്ച ബലൂണാണിത്. ഈ ബലൂൺ എടുത്തിട്ട് ഞാൻ ഈ ചോക്ലേറ്റ് ടെമ്പർ ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലൊന്ന് മുക്കി കൊടുക്കുകയാണ്. ബലൂണിൻ്റെ എല്ലാ വശവും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ട് ചോക്ലേറ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം.
നിങ്ങൾക്ക് പിടിക്കാൻ പാകത്തിൽ നമ്മൾ ആ കെട്ടുന്ന ബലൂൺ ഊതി വീർപ്പിച്ച് കെട്ടുന്ന ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ഭാഗത്തും ചോക്ലേറ്റ് കവർ ചെയ്യണം. ഈ കവർ ആവാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ചോക്ലേറ്റ് സിറപ്പ് കോരിയെടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് കവറായിട്ട് കിട്ടും. അപ്പം ഞാൻ ബാക്കി വരുന്ന എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഇതിൻ്റെ മേലെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ബലൂൺ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബലൂണ് നേരെ കുത്തനെ പിടിച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഗ്ലാസ് ഇല്ലേ, ആ ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ചിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് നമ്മൾ ഫ്രീസറിലാണ് സെറ്റ് ആവാൻ വേണ്ടി വെക്കുന്നത്. ബാക്കി വന്ന മെൽറ്റഡ് ചോക്ലേറ്റിലേക്ക് ഞാനൊരു 1/2 കപ്പ് ഹെവി ക്രീം ഒഴിക്കുന്നുണ്ട്. നമ്മൾ സാധാ വിപ്പിംഗ് ക്രീമാണിത്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബലൂണ് ഫ്രീസറിന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സെറ്റായിട്ടാണുള്ളത്. ഞാനൊരു കത്തി ഉപയോഗിച്ചിട്ട് ബലൂണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അറ്റമൊക്കെ ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കെട്ടി വെച്ചിട്ടുള്ള ഭാഗത്ത് ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വലിയൊരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കാറ്റ് ഒട്ടാകെ പോകുമ്പോൾ പൊട്ടിത്തെറിക്കും. മെല്ലെ ഇത് കാറ്റൊക്കെ പോയിട്ടുണ്ട്. ബലൂൺ ഞാൻ മെല്ലെ ഇതൊന്ന് എടുക്കുകയാണ്. വളരെ ഡെലിക്കേറ്റാണ്, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഞാൻ ആ നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത ബ്രൗണിയുടെ 2 പീസ് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള സ്ട്രോബെറി വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇഷ്ടമുള്ള ഫില്ലിങ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ കുറച്ച് ബ്ലൂബെറി കൂടെ വെക്കുന്നുണ്ട്. ആ ബ്ലൂബെറിയുടെ പുളിപ്പ് ഈ ചോക്ലേറ്റുമായിട്ട് ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ സ്ട്രോബെറിയും ഒരു കഷ്ണം മിൻറ്റും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ഗ്ലോബ് വെച്ച് കൊടുക്കാം. അതിന് ചുറ്റും ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ബ്ലൂബെറി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തൊരു സോസ് ഇല്ലേ, നമ്മൾ ഫ്രഷ് ക്രീമും ബാക്കി വന്ന ചോക്ലേറ്റും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു സോസ് പ്രിപ്പയർ ചെയ്തിട്ടില്ലേ, അത് നല്ല ചൂടോട് കൂടിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ ആ മാജിക്ക് സംഭവിക്കുക. നല്ല ചൂടുണ്ടാവണം. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തണം. ചൂടോടുകൂടി ഒഴിക്കുമ്പോൾ കണ്ട നല്ല ഇങ്ങനെ ഗ്ലോബൊക്കെ മെൽറ്റായി എല്ലാവർക്കും കണ്ട കൊതി വരുന്ന ഒരു ഡിഷ് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്